അവസാനഘട്ട ആലോചനയൊക്കെ കഴിഞ്ഞ് പ്രഖ്യാപനത്തിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ കേരളത്തിൽ. അതെ, ഇന്നലെ 16 സീറ്റിലേക്കുമുള്ള തീരുമാനം ഇന്നലെ രാത്രി ചേർന്ന കോൺഗ്രസിൻ്റെ CEC സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി മീറ്റിംഗിൽ തീരുമാനിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഔദ്യോഗികമായ പ്രഖ്യാപനം ഇന്ന് അധികം വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ പോസിറ്റീവായ രൂപത്തിലുള്ള ചർച്ചകളുണ്ടായി. കോൺഗ്രസിന് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടുന്ന ഒരു UDFന് കിട്ടുന്ന ഒരു പാനൽ തന്നെയായിരിക്കും ഇപ്പോൾ ഒടുവിൽ AICC. ഒരു കാര്യത്തിലും ഒരു അനിശ്ചിതത്വവും ഇല്ല. കാരണം നേതൃത്വം എല്ലാവരുമായി കൂടിയാലോചിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ CEC അത് അംഗീകാരം നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് ഹൈക്കമാൻഡിനും അധികം വൈകാതെ ലിസ്റ്റ് ഈ പത്മജയുടെ പെട്ടെന്നുള്ള ഈ പാർട്ടി മാറ്റമാണ് തൃശ്ശൂരിൽ ഒരു മാറ്റത്തിനെ കുറിച്ചുള്ള ആലോചന. അത് കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ വേണം. പാർലമെൻറ്റിൽ ഇത്തവണ ഇന്ത്യ സഖ്യത്തിന് അധികാരത്തിൽ വരണം. അപ്പോൾ അതിന് ഓരോ സീറ്റ് നിർണായകമാണ്. അപ്പോൾ ഓരോ സീറ്റ് വൈസ് ചർച്ച ചെയ്തിട്ടുള്ള ഡിസ്കഷനും ഡിസിഷനുമാണ് ഉണ്ടായിരിക്കുന്നത്. അതിന് പുറത്തുണ്ടായിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയേ വേണ്ട. മറ്റു നേതാക്കളോട്, അതായത് സ്ഥലത്ത് സിറ്റിംഗ് MPമാരോടും ചിലപ്പോൾ മാറുന്ന MPമാരോടൊക്കെ ചർച്ച ചെയ്തിട്ട് തന്നെയാണോ തീരുമാനത്തിൽ? എല്ലാവരുമായിട്ടും കൂടി ആലോചിച്ചിട്ടാണ് തീരുമാനിച്ചത്.